തൊപ്പി മെഹർ AI വീഡിയോ, ഇതാണ് വിഷയം. AI വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്നത് അത്യാവശ്യം എല്ലാവർക്കും AI വെച്ചിട്ടുള്ള ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഉണ്ട് എന്നുള്ളത്, അത് ഇറ്റ്സ് എക്സിസ്റ്റിംഗ് എന്നുള്ളത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കറിയാം. ഈ സോഷ്യൽ മീഡിയ അധികം ഉപയോഗിക്കാതെ ഇപ്പോഴും ഒരു TV അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്താ പറയുക, ആ ഒരു വൈബ് ഓഡിയൻസ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക്, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ AI എന്താണെന്നുള്ളത് അറിയാത്തുണ്ടാവുള്ളൂ. ഓക്കെ, അല്ലാതെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഓൾ ദ എന്താ പറയുക ഏജ് കാറ്റഗറിയിലും വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് അതുകൊണ്ടുണ്ടാകുന്ന പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് അതിനെക്കുറിച്ചൊരു ചെറിയ ധാരണയെങ്കിലും ഉണ്ട്. ഇവിടെ ഒരു AI വീഡിയോ ആണ് വിഷയമായിട്ടുള്ളത്. അത് തന്നെ മെഹറും തൊപ്പിയും തമ്മിലൊരു കോംബോ ഉണ്ട് എന്നുള്ളത് ആളുകളിലേക്ക് എത്താൻ തന്നെ കാരണം, തൊപ്പി ഈ മെഹറിനെ ചാറ്റ് പറഞ്ഞതിനനുസരിച്ച് പ്രപ്പോസ് ചെയ്യാൻ വിളിക്കുക, പിന്നെ ആ ഒരു സാധനമോടെ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. ചുമ്മാ സംഗതി ഒരു എന്താ പറയുക ഫണ്ണിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും കുറച്ച് ആളുകളൊക്കെ ഇത് കണ്ടന്റ് ആക്കുന്നുണ്ട്, കുറച്ച് ആളുകൾക്കൊക്കെ ഇത് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ഇവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ, മനസ്സിലായില്ലേ? അപ്പോൾ അതിലേക്കുള്ളൊരു ട്രാക്ക് ഇട്ട് കൊടുക്കുന്നത് തന്നെ ഈ ലൈവിലുള്ളവരുടെ വിളിയും ഇവരുടെ വൈബിങ്ങും ആണ്. ഓക്കെ, പ്രപ്പോസ് ചെയ്യാൻ പറയുമ്പോൾ തൊപ്പി പ്രപ്പോസ് ചെയ്യാൻ വിളിക്കുന്നു, അപ്പുറത്ത് മെഹർ അത് വളരെ കൂളായിട്ട് റിജക്റ്റ് ചെയ്യുന്നു. സോ ട്രാക്ക് ഈസ് ദെയർ. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ റിയൽ അല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇറ്റ്സ് ജസ്റ്റ് എ റീൽ. തൊപ്പിക്കാണെങ്കിലും മെഹറിനാണെങ്കിലും കാണുന്ന ഓഡിയൻസ് ഇനിയിപ്പോൾ അത് റിയൽ ആണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്താണെങ്കിലും ഒരു AI വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ആ AI വീഡിയോ കംപ്ലീറ്റ്ലി ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല, ബിക്കോസ് മെഹറിന് തന്നെ ഭയങ്കര സങ്കടമാവുന്ന രീതിയിൽ ഒരു കവർ ഫോട്ടോ അതിനിട്ടിട്ടുണ്ട്. അതായത് മെഹറും തൊപ്പിയും കൂടി ഇങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് വന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ. സംഗതി ഒരു AI വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും. ഫണ്ണായിട്ടുള്ളൊരു വീഡിയോ ഫണ്ണായിട്ട് വേണമെങ്കിൽ എടുക്കാം, ഈ നല്ല ഇൻറ്റൻഷനോട് കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണെങ്കിൽ പോലും അതിനുള്ള ക്യാരക്ടേഴ്സിന് നമ്മളായിട്ട് റിസംബ്ലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒഫൻഡഡ് ആയിട്ട് തോന്നിയാൽ നമുക്കത് പറയാം. പക്ഷേ നമുക്കത് ഒരിക്കലും ടേക്ക് ഡൗൺ ചെയ്യാനോ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, മനസ്സിലായോ? നമുക്ക് എവിടെയും നമ്മുടെ ഒരു AI ക്യാരക്ടർ ഒരാൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നമ്മൾ ലീഗലി നമ്മളതാണെന്ന് പറഞ്ഞ് നമുക്ക് ഗെയിം ചെയ്യുന്നൊരു കേസോ കാര്യങ്ങളായിട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നിയമത്തിൽ ഇനി അങ്ങനത്തെ ഒരു വകുപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനൊരു കോപ്പിറൈറ്റോ ലൈസൻസോ ഇല്ല. ഫൈൻ, ഭാവിയിൽ ചിലപ്പോൾ നമ്മളുടെയൊക്കെ AI വേർഷൻസിന് അവതാർസിന് നമുക്ക് കോപ്പിറൈറ്റ് എടുക്കാൻ പറ്റുമായിരിക്കും, സൗണ്ടിൽ നമുക്ക് എടുക്കാൻ പറ്റുമായിരിക്കും, അങ്ങനെയൊക്കെ വരുമായിരിക്കും. സോ എന്താണെങ്കിലും മെഹർ ആ ഒരു പർട്ടിക്കുലർ ഞാൻ നേരത്തെ പ്ലേ ചെയ്ത ചെറിയൊരു പോർഷൻ നിങ്ങൾ കണ്ടു. അതിൻ്റെ ഒരു നല്ലൊരു സോങ്ങും ഒരു ലൈനുമാണ്, നല്ല ക്രിയേറ്റിവിറ്റിയാണത്. പക്ഷെ ആ ക്രിയേറ്റിവിറ്റി അവർക്കൊരു പ്രശ്നമാണ്, മെഹറിനൊരു പ്രശ്നമാണ്. ഓക്കെ, തൊപ്പിയെ സംബന്ധിച്ചിടത്തോളം മെഹറിന് വിഷയമായപ്പോഴാണ് തൊപ്പി അത് അഡ്രസ്സ് ചെയ്തത്. മെഹറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമായി. സോ എൻ്റെയും തൊപ്പീൻ്റെയും ഒരു AI ആൽബം ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ഒരുപാട് പേജസിൽ അത് റീപോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് എഡിറ്റ്സും കട്ട്സും ഞാനാണെങ്കിൽ അതിനകത്ത് ലൈക്ക് ചെയ്യാറുണ്ട്, കമൻറ്റ് ചെയ്യാറുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങൾ നമ്മളെപ്പറ്റി ഒരു എഡിറ്റോ കട്ടോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഒരുപാട് നിങ്ങളുടെ ടൈം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്, അതിനൊക്കെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റില്ലേ? ഇത് ഈ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാ ഞാനും തൊപ്പി ഇങ്ങനെ നിൽക്കുന്നു. AI കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറ്റും എന്നൊക്കെ കുറേ ആൾക്കാർക്കൊന്നും മനസ്സിലാവണം എന്നില്ല. അവരത് കാണുമ്പോൾ എന്താ വിചാരിക്കുക, ചെയ്തവർക്ക് നല്ല രീതിക്ക് അറിയാം ഇത്തരത്തിലൊരു തംബ്നെയിൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഈ സൈഡിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെന്തായാലും നല്ല റീച്ച് കിട്ടും, ഈ വീഡിയോ എന്തായാലും ഒരുപാട് ആൾക്കാർ കാണും, നല്ല വ്യൂസ് കിട്ടും, കണ്ടന്റ് ആണെന്നൊക്കെ അവർക്കറിയാം. പക്ഷെ അങ്ങനത്തെ ഉള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ പെങ്ങൾക്കോ മകൾക്കോ ആർക്കെങ്കിലും വരാത്തടത്തോളം കാലം നിങ്ങൾക്കിത് വെറും കണ്ടൻറ്റാണ്. നിങ്ങൾ കാണുന്ന നമ്മളിപ്പം കോണ്ടന്റ് ക്രിയേറ്ററോ ഇൻഫ്ലുവൻസറോ വാട്ട് എവർ ഇറ്റ് ഈസ്, പക്ഷെ നമ്മളെല്ലാവരും സാധാരണ മനുഷ്യരാണ്. നമുക്ക് വികാരവും വിചാരവും വിഷമവും എല്ലാം ഉള്ള സാധാ മനുഷ്യരാണ്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ചിന്തിക്കുക. ഇന്നലെ ഞാനാണെങ്കിൽ തൊപ്പിനെ വിളിച്ചിട്ട് ഈ സംഭവം പറഞ്ഞപ്പോൾ തന്നെ തൊപ്പി അത് ലൈവിൽ പറഞ്ഞു. ഒരുപാട് ആൾക്കാരാണെങ്കിൽ അതിനകത്ത് താഴെ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് AI ആണ്, പ്ലീസ് ഇത് ഇവരുടെ ലൈഫ് വെച്ച് കളിക്കില്ലേ, ഇത് വെറുതെ ഇങ്ങനെ അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഹോണസ്റ്റ്ലി പറയാലോ, എനിക്ക് ആദ്യം മെഹറിൻ്റെ ഈ വീഡിയോ കണ്ടപ്പോൾ മെഹർ എന്തിനാ ഇത് കണ്ടന്റ് ആക്കേണ്ട ആവശ്യമുള്ളത്, ഇത് കണ്ടന്റ് ആക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നുള്ള ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. ഞാൻ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, മെഹർ ഇത് കണ്ടന്റ് പിടിക്കുകയാണോ ചുമ്മാ. കാരണം മെഹർ അവിടെ ചെല്ലുന്നുണ്ട്, അവൻ്റെ കോൾസ് എടുക്കുന്നുണ്ട്, അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ അവർ വൈബ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. അതിനൊക്കെ എന്തെങ്കിലും ഒരു പോർഷൻ കട്ട് ചെയ്തിട്ടിട്ടാണെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് അത് വേറൊരു മാനിപ്പുലേറ്റഡ് ആസ്പെക്റ്റിൽ കൊണ്ടുവന്നാലും മെഹറിന് അത് എന്ത് ചെയ്യാം, അത് ഭയങ്കരമായിട്ട് ഒരു ഹേർട്ടാവുന്ന സാധനം വരാം. അത് സർക്കുലേറ്റ് ആയാലും പ്രശ്നമാണ്. നമുക്ക് കാരണം പല ക്യാമറ ആംഗിൾസിൽ നിന്ന് പല സാധനം എടുത്തിട്ട് ഇടാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഈവൻ ഈ വീഡിയോനകത്താണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കുമ്പോൾ അങ്ങനെ അതൊരു ഭയങ്കര വൾഗർ ആസ്പെക്റ്റിലൊന്നും പോയിട്ടില്ല. ജസ്റ്റ് അവരൊന്ന് ക്ലോസ് ആവുന്ന രീതിയിൽ തൊപ്പീൻ്റെ അവതാറും
ഈ പറഞ്ഞ മെഹറിൻ്റെ വേരിയൻറ്റും കൂടി ഇങ്ങനെ വന്നിട്ട് വളരെ ക്ലോസ് ആവുന്ന രീതിയിലുള്ള ഒരു തംബ്നെയിൽ ഫോട്ടോ പ്ലസ് അങ്ങനത്തെ ഒരു സീൻ അതിനകത്തുണ്ട്. ആ സ്റ്റോറി ലൈനും വലിയ സീനുള്ള സ്റ്റോറി ലൈനല്ല, പാട്ടാണെങ്കിലും വലിയ ഞാൻ പറയാം വൾഗർ ആസ്പെക്റ്റിലൊന്നുമില്ല. പക്ഷെ ആരെ അവതാറാണോ ആരെ വേരിയൻ്റ് ആണോ അതിനകത്ത് ഉള്ളത് അവർ ഒഫൻഡഡ് ആയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് പിന്നെ ഞാൻ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മേ ബി ഇവർക്കത് ഓക്കെ ആയിരിക്കാം, മെഹറിനത് ഓക്കെ ആയിരിക്കാം. കാരണം സോഷ്യൽ മീഡിയയിലുള്ള ഒരാളാണ്, സോഷ്യൽ മീഡിയ എന്താണെന്നറിയാം, അല്ലെങ്കിൽ എന്താണെന്നറിയാം. പക്ഷെ ഇവരുടെ വീട്ടുകാരെങ്ങനെ ആയിരിക്കില്ല, മനസ്സിലായി? ഇവരുടെ വീട്ടുകാരെങ്ങനെ ആയിരിക്കില്ല. വീട്ടുകാരിൽ അതന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ കാണാം, റിലേറ്റീവ്സ്. ആൻഡ് നമ്മൾ നന്നായാൽ നമുക്ക് ആ നന്നായതിന് ശേഷം ഓൾ നന്നായി എന്ന് വിചാരിച്ചിട്ട് അതിലെന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നിൽക്കുന്നവരെ മുന്നിക്കാവും എന്ത് പോകുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ ഇല്ലെന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ തൊപ്പിയുടെ ഒരു ഇമേജ് ഇപ്പോഴാണ് ഒന്ന് ഫേസ് ചേഞ്ച് ആയിട്ട് ഇമേജ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതും ഇപ്പം അറിയാവുന്നത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ളവർക്ക് മാത്രമാണ്. അന്ന് തൊപ്പി ഭയങ്കര മറ്റേ എന്താ പറയുക സീൻ ഫേസിൽ നിന്ന സമയത്ത് തൊപ്പി എന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴത്തേക്ക് മറ്റേ ചെക്കൻ എന്ന് പറയുന്ന ആളുകൾക്ക് ഇപ്പോഴും തൊപ്പി അങ്ങനെ തന്നെയാണ്. ഇവൻ്റെ ഈ നല്ല ഫേസോ അല്ലെങ്കിൽ ഇവൻ്റെ ഈ ട്രാൻസ്ഫോർമേഷനോ അവരിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ആ കൈൻഡ് ഓഫ് ഓഡിയൻസ് ചിലപ്പോൾ ഇവരുടെ ഫാമിലിയിൽ കാണാം, അല്ലെങ്കിൽ ഇപ്പോഴും അത് മനസ്സിൽ കൊണ്ടു നടക്കുന്നവരുണ്ടാവും. അല്ലെങ്കിൽ ഒരു ലേഡിയാണ്, അവർക്ക് ഫാമിലിയിൽ ഇങ്ങനത്തെ സംഗതികൾ, അതായത് ഒരു എ ജനറേറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പം ആളുകളുടെ മനസ്സിൽ തന്നെ എന്താ പറയുക, എ ജനറേറ്റർ വീഡിയോ ഫോട്ടോ സീനാണ്. അതങ്ങനെ ആയി മാറി. അതിൽ തന്നെ നല്ലത് വന്നാലും ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വരുമ്പോഴത്തേക്കും പേടിയായി ആളുകൾക്ക്. കാരണം എന്താണ് ഇവന്മാർ ഉണ്ടാക്കണതെന്ന് അറിയില്ല. അപ്പം അങ്ങനെ ചിലപ്പോൾ മെഹറിന് എവിടുന്നെങ്കിലും ഈ പ്രഷർ ഫാമിലി ആൻഡ് റിലേറ്റീവ്സ് വന്നതുകൊണ്ടായിരിക്കണം മെഹർ അങ്ങനെ ഒരു വീഡിയോ ഇട്ടേ എന്നുള്ളത് പിന്നെ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി. ഓക്കെ, ഒരു കണ്ടന്റ് ആയിരിക്കില്ല, കാരണം അങ്ങനെ കണ്ടന്റ് ആക്കേണ്ട കാര്യമില്ല. കാരണം ഇവരെല്ലാവരും അറിയുന്നവരാണ്. ആൻഡ് ഈ പറഞ്ഞ ഫാമിലിയുടെ കാര്യങ്ങൾ ഇവിടെ കോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ചിലപ്പോൾ ഫാമിലി റിലേറ്റീവ്സിൻ്റെ കാര്യം പറയാൻ പറ്റുന്നുണ്ടാവില്ല. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളിങ്ങനെ ചെയ്യരുത്. ഇറ്റ്സ് എ ഹംബിൾ റിക്വസ്റ്റ്. ആ രീതിയിൽ തന്നെയാണ് മെഹർ പറയുന്നത്. സോ ഇറ്റ്സ് എ ഡീസൻറ്റ് തിങ്. അത് അവർ പറഞ്ഞിട്ട്, കാരണം ആർക്ക് എങ്ങനെ ഹേർട്ട് ആവും നമുക്ക് പറയാൻ പറ്റില്ല, മനസ്സിലായി? ചിലപ്പോൾ ആ ഒരു പോർഷൻ മെഹർ പറഞ്ഞത് ശരിയാണ്. ആ തല ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെ അടുത്ത് മുട്ടിയിട്ട് പോലില്ല, ഇങ്ങനെ അടുപ്പിച്ച് വന്ന് നിൽക്കുന്നതന്നെ മതി. ഈ കുടുംബക്കാരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വയസ്സായുള്ള ആളുകളുടെ ഇടയ്ക്കാണെങ്കിലും ഇപ്പോൾ കുറച്ചൊരു എന്താ പറയുക മതചിന്ത കൂടിയ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ഫാമിലിയും കൂടി ആണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആയി തോള് തൊപ്പീൻ്റെ ഒപ്പം ചിലപ്പോൾ ആ സീൻ വരുമായിരിക്കും. അതുകൊണ്ടായിരിക്കണം ആ കുട്ടി അങ്ങനെ വന്ന് പറഞ്ഞത്, അല്ലാതെ ഇപ്പോൾ ചുമ്മാ വീഡിയോ ഉണ്ട കാര്യമില്ല. അപ്പോൾ പിന്നെ ഞാൻ തിങ്ക് ചെയ്തു ഓക്കെ, അത് കണ്ടന്റിനുപരി അവർക്കൊരു ഇമോഷണൽ സ്പേസിലേക്ക് അത് പോയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഇനി ഇത് തൊപ്പീൻ്റെ ലൈവിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങി എണീച്ചോടാണ് ഞാൻ കേൾക്കുന്നത് ഈ മെഹറിന്റെ കരച്ചിലാണ്. അതിന്റെ ഇന്നത്തെ മൊത്തം മൂഡ് പോയിട്ടുള്ളത് മനസ്സിലാവും. ആരിലോ വെച്ചിട്ട് ഞാനും മെഹറും നിൽക്കുന്ന എന്തെല്ലോ സാധനം ഉണ്ടാക്കി വിട്ടിട്ടുണ്ട്. വെറുതെ നാണം കെട്ട പരിപാടി കാണിക്കല്ല, കാര്യം പറയാം. ഇതിൽ ഇതിൽ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെയും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുക. അതുകൊണ്ട് നമുക്ക് കാണിക്കാൻ കഴിയില്ല. ആരും ഇറക്കിയത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. അത് ഇറക്കിയത് ആരായാലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യും. ദയവ് ചെയ്ത് പറ്റുമെങ്കിൽ ഡിലീറ്റ്. അതിന് സ്ട്രൈക്ക് കൊടുക്കാനൊന്നും കഴിയില്ല. നോർമൽ കോൾ ചെയ്യാം. ഹലോ, നീ കേസ് കൊടുക്കുന്നുണ്ടോ? ഞാൻ ആ പേജിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞ? ഞാൻ പറഞ്ഞു ലൈക്ക് ഇപ്പൊ വീഡിയോ എഡിറ്റ്സും കട്ട്സും ഒക്കെ നമ്മൾ കാണാറുള്ളതാ. ഞാൻ അതിനകത്ത് ലൈക്ക് ചെയ്യാറും കമന്റ് ചെയ്യാറും ഒക്കെ ഉണ്ട്. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഇല്ല. ഇപ്പൊ ആണെങ്കിൽ പോലും എന്തും ചെയ്യാന്നുള്ള ഒരു ഇതില്ലല്ലോ. ഞാൻ എന്നിട്ട് പറഞ്ഞു അങ്ങനെ ഭയങ്കര മോശമായി പോയി. ഇപ്പൊ നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർക്ക് ഞാൻ കണ്ടില്ല, ഞാൻ വീഡിയോ കണ്ടില്ല, ഞാനൊക്കെ തമ്മില് കണ്ട്. അതിൽ മൊത്തം ഇങ്ങനെ മുഖം മുട്ടിയിട്ടിരിക്കുന്ന ഫോട്ടോ കണ്ട്. ആണെന്ന് കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമ്മളെ ഫാമിലി വീട്ടുകാർക്കൊന്നും ചിലപ്പോ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നെ അനിയെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ചൂടായി. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടാ, ഞാൻ എന്നിട്ട് അനിയെന്ന് പറയുമ്പോ അന്ന് വന്നേക്കനാ അല്ല ഓനക്ക് ഓരോരുത്തർ ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പോ ഇതാവൂലോ. നമ്മൾ വീട്ടുകാര് ചിലപ്പോ അങ്ങനെ എടുക്കൂല, അവരും ഇങ്ങനെ പറയണം. അപ്പൊ ഞാൻ അപ്പൊ തന്നെ പേജിന് മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു അത് ഡിലീറ്റ് ആക്കണം. അപ്പൊ അവര് അല്ല ഇതെന്താ പ്രശ്നം വേറെ. ഇത് ഇട്ടിട്ട് ഞാൻ ഇപ്പൊ നോക്കിയപ്പോ 12 hours ആകുന്ന കണ്ട 12 മണിക്കൂറായി ഇത് വന്നിട്ട്. അപ്പം ഇത് എന്താ പറയാ, ഇത് വേറെ കുറെ പേജിൽ എന്തായാലും കോപ്പി പോയിട്ടുണ്ടാവും, മനസ്സിലാവും. ഇപ്പൊ ആ പേജുകാർ ഡിലീറ്റ് ആക്കിയിട്ടും കാര്യമില്ല, അതാണ് പ്രശ്നം. അല്ലെ പിന്നെ വേറൊരു വഴി എന്ന് പറഞ്ഞാൽ ആ പേജുകാരെ കൊണ്ട് എന്താ പറയാ ഇതിന്റെ കോപ്പി എവിടെയെല്ലാം ഉണ്ടോ, സോഷ്യൽ മീഡിയയിൽ എവിടെയെല്ലാം ഉണ്ടോ അതിന്റെ എല്ലാം ലിങ്ക് എടുത്തിട്ട് സ്ട്രൈക്ക് കൊടുത്ത് അത് അവര് സ്ട്രൈക്ക് കൊടുത്ത് മായിപ്പിച്ചിട്ട് അവർ ഡിലീറ്റ് ചെയ്യണം. ശാലം വലിയ പാടാ. ഒന്നും എനിക്കറിയില്ല വർക്കാവുന്ന അവര് ചെയ്യുമോന്ന് അറിയില്ല. നീ ചോദിച്ചു നോക്ക്. അല്ല ഞാൻ ആ പേജിന് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഈ
ലീക്ക് ആക്കിയില്ലെങ്കിൽ ആ ലീഗലി മൂവ് ചെയ്യും എന്ന് ആ പറഞ്ഞു. കേസ് കൊടുക്കുമെന്ന് പറ. അവര് ഇൻസ്റ്റയിലെ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ വീഡിയോ കണ്ടിട്ടില്ല, ഞാൻ ഇപ്പൊ ഉറങ്ങി എണീച്ചിട്ടുള്ളൂ. ക്ലോസ് ആയിട്ടുള്ള ആ മുഖം ആ ഒരു ബാക്കി വലിയ കുഴപ്പമില്ല, സാധാരണ നടക്കണതും അങ്ങനെ അതൊന്നും പ്രശ്നമില്ല. പക്ഷെ ഇതിപ്പോ ആ ഫോട്ടോ കണ്ട് അത് ആണെന്ന് തന്നെ ആൾക്കാർ വിശ്വസിക്കൂല. ഇപ്പം എത്രയോ എഡിറ്റ്സും കട്ട്സും വരുന്നു, നമ്മളതൊക്കെ തമാശക്ക് കോമഡി ആയിട്ട് തന്നെ എടുക്കുള്ളൂ, ഒരു പ്രശ്നമില്ല. എനിക്ക് ഇഷ്ടമാണ്, ഞാൻ കട്ട്സ് ഒക്കെ ഞാൻ സേവ് ആക്കി വെക്കലൊക്കെ ഉണ്ട്, എനിക്ക് അതൊന്നും പ്രശ്നമില്ല. പക്ഷെ ഇതാണെങ്കിൽ ഇപ്പം വേറെ ആൾക്കാരൊക്കെ അതൊക്കെ വേറെ രീതിക്കൊക്കെ എടുക്കുള്ളൂ. ഓക്കെ, ഇതാണ് മെഹറിനോട് തൊപ്പി ലൈവിൽ സംസാരിച്ച ഒരു വേർഷൻ. ഇതിൽ തന്നെ ഒരു കാര്യം ഉറപ്പാണ്, ഈ കുട്ടിയുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള പ്രഷറും അല്ലെങ്കിൽ അവരുന്ന ക്വസ്റ്റ്യനിങ്ങുമാണ് മെഹറിനെ കൊണ്ട് ആ വീഡിയോ ചെയ്യിച്ചിട്ടുള്ളത്. അതായത് അവർക്ക് അത് ഭയങ്കര സീനായിരിക്കുമല്ലോ, സീനാവാതിരിക്കൊന്നുമില്ല. AI വീഡിയോസ് ഉണ്ടാക്കാം, വേണ്ടാന്ന് പറയുന്നില്ല. ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ക്രിയേറ്റീവായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാക്കിയെന്നായിരിക്കാം ആ ക്രിയേറ്ററിൻ്റെ ഒരു വാദം. ഫൈൻ, ബിക്കോസ് അതിൽ ഒരു വൾഗാരിറ്റി ഇല്ല, അല്ലെങ്കിൽ അതിൽ വേറൊരു ആസ്പെക്റ്റ് വേറെ കൊടുത്തിട്ടില്ല, നല്ലൊരു സ്റ്റോറി ലൈൻ വെച്ചു 2 ക്യാരക്ടറിനെ അവർ തൊപ്പീനി മെഹറിനെ എടുത്തു. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഇൻസ്പിറേഷൻ എന്താ പറയുക? അവർ സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് ലൈവിലൊക്കെ വിളിക്കുന്നുണ്ട്, പ്രപ്പോസ് ചെയ്യുന്നുണ്ട്, ഒരു ലൈൻ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ എന്താ പറയുക റീൽ ലവ് ട്രാക്ക് ബിൽഡ് ആവുന്നുണ്ടല്ലോ. ഞാനത് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതാണെന്നായിരിക്കും ആ ക്രിയേറ്ററിൻ്റെ വാദം. പിന്നെ അതിനകത്ത് അയാൾ വൾഗർ ആസ്പെക്റ്റ് ഒന്നും വെക്കാത്തത് കൊണ്ട് അവനത് ഫെയർ ആയിട്ട് തോന്നി, നല്ലൊരു പാട്ടും വെച്ച് അവനത് ക്രിയേറ്റ് ചെയ്ത് ഒരു സ്റ്റോറി ലൈനും വെച്ച് വിട്ടു എന്നായിരിക്കും അവൻ പറയാൻ പോകുന്നത്. പക്ഷെ അങ്ങനെ വീഡിയോ ചെയ്ത ഒരാൾക്ക് പോലും ഇന്ന് AI വീഡിയോ ഉണ്ടാക്കിയത് കൊണ്ട് ഒരു റെക്കഗ്നേഷൻ കിട്ടാത്തൊരവസ്ഥ വരുന്നത് ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ട് പലതരത്തിലുള്ള വൃത്തികേടുകൾ കാണിച്ചു വെക്കുന്നവരെ കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ആസ്പെക്റ്റിൽ കാര്യങ്ങൾ പോകുന്നത്, അല്ലേ? എത്രയോ നല്ല നല്ല AI വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ മിസ്ലീഡിങ് ആയ, ആളുകളെ പറ്റിക്കുന്ന, അല്ലെങ്കിൽ വൾഗർ ആസ്പെക്റ്റിൽ ഒരു മനുഷ്യൻ്റെ ഇമേജ് കൊണ്ടുപോയി ടാർണിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ട് ആ ഒരു ഫെസിലിറ്റി മൊത്തം മോശമായ രീതിയിലാക്കി മാറ്റി. അതുകൊണ്ട് ഇപ്പം എന്തായി, AI വരുന്നത് തന്നെ ആർക്കെങ്കിലും എൻ്റെ AI ഫോട്ടോ വന്ന് പറയുമ്പോൾ പേടിയായി തീർന്നുമില്ല. മെഹറിൻ്റെ ഫാമിലിയിലും അതുതന്നെയാവും സംഭവിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും ആ കുട്ടി വന്ന് പറഞ്ഞതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. സോ AI ഒക്കെ നല്ലതാണ്, അടിപൊളിയാണ്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാം ഒരു പരിധി വിട്ടാൽ മോശമാണ്. പിന്നെ AI ഒക്കെ എടുക്കുന്നതിന് മുമ്പ് ഒരാളുടെ ക്യാരക്ടർ അയാളുടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ബേസിക്കലി ചോദിച്ചാൽ ഇറ്റ്സ് ബെറ്റർ, ക്രിയേറ്റിവിറ്റി മോശമല്ലാതെ ടാർണിഷ് ആവാതിരിക്കും. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. AI എന്ന് പറഞ്ഞ സാധനം നല്ലതിന് ഉപയോഗിക്കുക, അല്ലാതെ വേറെ വഴിയില്ല. ഇത് മറ്റേ രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട്, അവരോട് പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ അത് നിയമമില്ലല്ലോ, ഇതിന് ഒരു നിയമവും ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഒരു കോപ്പിറൈറ്റ് പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ സാധനത്തിൽ.